ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർ വോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അതായത് നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെയും ചെയ്യാത്ത ഒരു കാര്യമാണ് അൺബോക്സിങ് വീഡിയോ എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഈ പ്രൊഡക്റ്റിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമ്മൾ വാങ്ങിയ ഒരു ചാർജറാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഒരു അടിപൊളി ഫോണിൻ്റെ ഒരു അടിപൊളി ചാർജറാണ് ഇന്ന് അൺബോക്സിങ് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മുടെ ചാനലിൻ്റെ അകത്ത് ഒരു അൺബോക്സിങ് വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. എന്നാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു അൺബോക്സിങ് വീഡിയോ ആണിത്. അതിന് മുന്നേ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ. നമ്മൾ റൂമിൻ്റെ അകത്ത് ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കണ്ടില്ലേ? ഈ ലൈറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് 650 രൂപയ്ക്ക്, അതായത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിൽ ഒരു യൂട്യൂബ് സ്റ്റുഡിയോ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. വെറും 650 രൂപയ്ക്ക് ഞാൻ എൻ്റെ മുറിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലൈറ്റിംഗ് സെറ്റപ്പാണ് ഇത്. അതായത് വെറും 650 രൂപയ്ക്ക്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് രീതിയിലുള്ള ലൈറ്റിനിങ് സെറ്റപ്പ് നിങ്ങളുടെ വീഡിയോയ്ക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലൈറ്റിംഗ് സെറ്റപ്പ് നമ്മുടെ റൂമിൻ്റെ അകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള 100% ജെനുവിൻ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരുന്നതായിരിക്കും. കാരണം എൻ്റെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ബാക്ക്ഗ്രൗണ്ടും സൈഡിലൊക്കെ ഒരു ലൈറ്റ് കളറ്, ഒരു റോസ് കളറൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഒരു സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിന് നമ്മുടെ കയ്യിലിരിക്കുന്ന ചെറിയ ചെറിയ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിതുപോലെ നമ്മുടെ റൂമിൻ്റെ അകത്തും ഇതുപോലെ ലൈറ്റിനിങ് സെറ്റപ്പുള്ള ഒരു സ്റ്റുഡിയോ ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ വരും വീഡിയോകളിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് നത്തിങ് ഫോണിൻ്റെ അടിപൊളി ഒരു ചാർജറാണ്. ഏകദേശം 2500 രൂപ, ഏകദേശം 2500-നും 3000-നും ഇടയ്ക്ക് വില വരുന്ന ഒരു നത്തിങ് ഫോണിൻ്റെ ചാർജറാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നത്തിങ് ഫോണിൻ്റെ അകത്ത് ചാർജറൊന്നും നമുക്ക് കിട്ടില്ല. OTG കേബിൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്കറിയാവുന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അറിയില്ലാത്തൊരു കാര്യമുണ്ട്. നത്തിങ് ഫോൺ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നത്തിങ് ഫോണിലൂടെ, അല്ലെങ്കിൽ ആ ഫോണിൻ്റെ പാക്കറ്റിൽ അവർക്ക് നത്തിങ് ഫോണിൻ്റെ ചാർജർ അതിൻ്റെ ഇൻക്ലൂഡ് അല്ല. നത്തിങ് ഫോണിൻ്റെ 45 വാട്ട്സിൻ്റെ ചാർജർ നമ്മൾ സെപ്പറേറ്റ് വാങ്ങണം. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു 45 വാട്ട്സിൻ്റെ നത്തിങ്ങിൻ്റെ ചാർജറാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് ഈ ചാർജർ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നത്തിങ് ഫോണിൻ്റെ ചാർജർ പാക്ക് ചെയ്ത് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഓർഡറാണ്. ഇത് ഓൾറെഡി തന്നെ ഓപ്പൺ ആണ്, നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ അകത്ത് നമ്മൾ പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ നമുക്ക് അത് കൊണ്ടുതരുന്ന എക്സിക്യൂട്ടീവിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്ത് അവർ നമുക്ക് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് അവർ കൈമാറുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുമ്പോൾ അവർ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് പ്രൊഡക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അവർ വെരിഫൈ ചെയ്ത് ഒരു OTP വെരിഫിക്കേഷന് ശേഷം മാത്രമാണ് നമ്മുടെ കയ്യിലേക്ക് ഈ പ്രൊഡക്റ്റ് കൈമാറി കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഓൾറെഡി ഓപ്പൺ ചെയ്തുകൊണ്ട് ഞാൻ ഇതിൽ നിന്നും ചാർജർ എടുക്കുകയാണ്. നത്തിങ് ഫോണിൻ്റെ ചാർജറാണിത്. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നത്തിങ് R എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ പവർ 45 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ കവർ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ലുക്കൊക്കെ തോന്നുന്നുണ്ട്. സാധാരണ ഒരു ചാർജർ വാങ്ങുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ചാർജർ നമുക്ക് കിട്ടുന്നത് പോലെയല്ല ഈ ഒരു ചാർജർ എന്ന് പറയുന്നത്. നമുക്കിത് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ, അതായത് ഈ കവറിൽ തന്നെ നമുക്കിതിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ചാർജറിൻ്റെ അകത്ത് തന്നെ. അപ്പോൾ നമുക്ക് ഈ കവർ ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. നമുക്കിനി വേണ്ടത് ഇത് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിത് എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് നോക്കാം. ഇത് ഇവിടെ ഒരു സൈഡിലൊരു ഇതുണ്ട്, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കാം. എങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഞാനിത് ജസ്റ്റ് ഇങ്ങനെ കീറിക്കളയാവുന്നതാണ്. അതായത് നത്തിങ് ഫോൺ എങ്ങനെയാണോ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഈ ചാർജർ ബോക്സും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നത്തിങ് ഫോൺ ഞാൻ എന്തായാലും അൺബോക്സിങ് ചെയ്യുന്ന ഒരു വീഡിയോ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ സൈഡിലൊരു ബാറുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഈ ലെതർ ഇതിങ്ങനെയാണ് ഇരുന്നത്. അപ്പോൾ ഇതിങ്ങനെ വലിച്ച് നമുക്ക് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിസേഴ്സോ അല്ലെങ്കിൽ മറ്റൊരു എക്യുപ്മെൻറ്റ് ഇല്ലാണ്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നത്തിങ് ഫോണും അതുപോലെ നത്തിങ് ഫോണിൻ്റെ ചാർജറും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തുറക്കാനുള്ളത് ഇതിൻ്റെ അകത്ത് ചെറിയൊരു ബോക്സും കൂടി ഉണ്ട്. അതായത് നത്തിങ് ഫോണിൻ്റെ അകത്തൊരു ചെറിയൊരു ബോക്സും കൂടി ഉണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് നത്തിങ് ഫോണിൻ്റെ ചാർജർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഒരു
ചാർജറാണിത്. അതായത് നത്തിങ് ഫോണിൻ്റെ 45 വാട്ട്സ് വരുന്ന ഒരു അടിപൊളി ചാർജറാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഇനി ചാർജർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമുക്കുള്ളതെന്ന്. അപ്പോൾ ഈ ബോക്സ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് കാലിയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. നത്തിങ് ഫോണിൻ്റെ സേഫ്റ്റി ഇൻഫർമേഷൻ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ അടങ്ങുന്ന ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് പോലത്തെ ഒരു യൂസർ മാനുവലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് ഇച്ചിരി വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ സ്മോളായിട്ടുള്ള ലെറ്റേഴ്സാണ്. വളരെ ഒരു ഡിഫറെൻറ്റ് രീതിയിലുള്ള ഫോണ്ടൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുകൊണ്ട് ഇത് രണ്ടും നമുക്കൊരു ഉപയോഗമില്ല. അപ്പോൾ നമുക്കിത് രണ്ടും മാറ്റി ഒന്ന് വെച്ചേക്കാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നത്തിങ് ഫോണിൻ്റെ ചാർജർ. നിങ്ങൾക്ക് കാണുവാൻ സാധിക്കേണ്ടെന്ന് തോന്നുന്നു. നത്തിങ് ഫോണിൻ്റെ ചാർജറാണിത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഇതാണ് നത്തിങ് ഫോണിൻ്റെ ചാർജർ എന്ന് പറയുന്നത്. അതായത് ഏകദേശം 3000 രൂപയോളം വില വരുന്ന ഒരു ചാർജറാണിത്. നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ അകത്തും ആമസോണിൻ്റെ അകത്തും നമുക്കിത് 2000 1500 രൂപയ്ക്ക് നമുക്ക് ഇത് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നത്തിങ് ഫോണിൻ്റെ ചാർജറിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വെച്ചേക്കണമെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്തുനിന്ന് ഞാനൊന്ന് എടുക്കാൻ നോക്കിയാണ്. അപ്പോൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മുടെ ചാർജർ, അതായത് ചാർജറിൻ്റെ അഡാപ്റ്റർ വന്നിരുന്നത്. അതായത് ഇവിടെ ഒരു ചെറിയൊരു ബോക്സൊക്കെ കാണുന്നുണ്ട്. അതായത് ഈ പിന്ന് ചളങ്ങാതിരിക്കാൻ വേണ്ടി നമുക്കിത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ടോ, ഈ പിന്ന് ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് കറക്റ്റ് അളവിനാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഇതൊക്കെ ഒന്ന് പ്രസ്സായി ഇങ്ങനെ പാക്കിങ്ങിൻ്റെ സമയത്തോ അല്ലെങ്കിൽ എക്സ്പോർട്ടിങ്ങിൻ്റെ സമയത്തോ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പിന്നിന് പ്രോബ്ലം ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി അവർ സേഫ്റ്റി ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. നമുക്ക് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ഈ കവർ നമുക്കിനി ആവശ്യമില്ല, നമുക്കത് മാറ്റിയേക്കാം. ഇതാണ് നത്തിങ് ഫോണിൻ്റെ ചാർജർ എന്ന് പറയുന്നത്. ഒരു ടെക്സ്റ്റോ അല്ലെങ്കിൽ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. പക്ഷേ ഈ സൈഡിലേക്കൊന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് നത്തിങ് ഫോണിൻ്റെ ചാർജർ ആണോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എത്ര വാട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് അതിൻ്റെ ISA മുദ്രകളും അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അതിൽ എഴുതിയിട്ടുണ്ട്. ചെറിയ ഫോണ്ട് ആയതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇത് 45 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ് നത്തിങ്ങിൻ്റെ ഇത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഹൈ പവർ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നത്തിങ് ഫോൺ വളരെ ഈസി ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന നത്തിങ് ഫോണിൻ്റെ ബ്രാൻഡഡ് ചാർജറാണിത്. ഇനി ഈ ചാർജറിൻ്റെ ഒപ്പം നമുക്ക് വേറെ എക്സ്റ്റൻഷൻ കേബിളോ അല്ലെങ്കിൽ OTG കേബിളോ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവറോട് കൂടിയാണ് ഇവർ വന്ന് വിട്ടിട്ടുള്ളത്. ഈ പ്ലാസ്റ്റിക് കവർ കണ്ടോ, ആ പ്ലാസ്റ്റിക് കവർ അങ്ങ് പൊളിച്ച് കഴിയുമ്പോൾ നമുക്ക് USB-യുടെ ഒരു കണക്ടർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക്കിനെ പൊളിച്ച് നമുക്ക് നോക്കാം. ഇത് ഫുള്ളി ഗ്ലാസ് ബേസ്ഡ് ആട്ടോ. ഇത് ഗ്ലാസ് ആണ് ഫുൾ. ഇത് കണ്ടോ, ചാർജർ ഇതിൻ്റെ ഉള്ളിൽ ഒരു കോട്ടിംഗ് ഉണ്ട്. അതായത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, ഈ സൈഡിലെ ലെയർ കണ്ടോ, ഇതൊരു ഗ്ലാസ്സാണ് ഈ സംഭവം. ഇതിൻ്റെ അകത്താണ് ഒരു എന്ത് മെറ്റീരിയലാണെന്ന് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ അകത്ത് ഒരു വൈറ്റ് ഷെയ്ഡോട് കൂടിയ നമ്മുടെ നോർമൽ ചാർജറാണ് അകത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ് മെറ്റീരിയലാണ് വെച്ചിരിക്കുന്നത്. അതായത് നത്തിങ് ഫോണിൻ്റെ ഫ്രണ്ടും ബാക്കും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് ഗ്ലാസ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ചാർജർ നിങ്ങൾ നോക്കി, ചാർജറിൻ്റെ അകത്തും നമുക്ക് സൈഡിൽ ഫുള്ളായിട്ട് നമുക്ക് നോക്കിയാൽ കാണാം. നമുക്ക് ഇവിടെയൊക്കെ ഫുൾ ഗ്ലാസ്സാണ്. അതായത് ഗ്ലാസ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തൊരു മെറ്റീരിയൽ ഉണ്ട്, വൈറ്റ് ഷെയ്ഡോട് കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു ലെയർ കണ്ടോ നിങ്ങൾ ഈ ലൈറ്റിൽ നിങ്ങൾ നോക്കിയാൽ കാണാം. നിങ്ങൾക്ക് ഒരു ലെയർ ഇവിടെ കാണുവാൻ സാധിക്കും. ഈ ഒരു ലെയർ കണ്ടോ, ഈ ഒരു ലെയർ ഗ്ലാസ്സാണ് ഇതിൻ്റെ അകത്ത്. കണ്ടോ, ഇതാണ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഇതൊരു ഗ്ലാസ് ലെയറാണ്. ഈ ഗ്ലാസ് ലെയറിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ചാർജറിൻ്റെ ഈ ഒരു മെറ്റീരിയൽ. ഇത് പ്ലാസ്റ്റിക്കോ അങ്ങനെ എന്തോ മെറ്റീരിയലാണെന്ന് തോന്നുന്നു, എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഇതാണ് നത്തിങ് ഫോണിൻ്റെ ചാർജർ എന്ന് പറയുന്നത്. ഒരു പ്രീമിയം ലുക്കുള്ള ഒരു ചാർജറാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇത് കാണാനായിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. നത്തിങ് ഫോണിൻ്റെ ചാർജർ മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം. കാരണം എങ്ങനെയാണ് നത്തിങ് ഫോണിൻ്റെ ചാർജർ ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞത്. ഒരു 45 വാട്ട്സിൻ്റെ ഒരു പ്രീമിയം ലുക്കുള്ള ഒരു ചാർജർ തന്നെയാണ് നത്തിങ് ഫോണിൻ്റെ. ഫുൾ ഗ്ലാസ് ബേസ്ഡ് ആണ്. ഇത് നിലത്തി അടിയെ പൊട്ടു എന്നൊക്കെ തോന്നുന്നു, പക്ഷേ നിലത്തി ചാടിച്ചിട്ടില്ല. ഏകദേശം 3000 രൂപ വില വരുന്ന ഒരു ചാർജറാണിത്. നത്തിങ് ഫോണിൻ്റെ പ്രീമിയം ലുക്കുള്ള ചാർജർ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.